ഡൗട്ട്നട്ട് ആപ്പ് ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ഡൗട്ട്നട്ടിൽ 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള നിങ്ങളുടെ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി സംശയങ്ങൾ മലയാളത്തിൽ പരിഹരിക്കപ്പെടും. നിങ്ങളുടെ ചോദ്യത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക, ക്രോപ്പ് ചെയ്യുക, തലക്ഷണ വീഡിയോ പരിഹാരം നേടുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ കാണുന്നതിന് ഞങ്ങളുടെ ഡൗട്ട്നട്ട് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. Hi friends, ഞാൻ ക്വസ്റ്റ്യൻ വായിക്കാം. Consider the charges Q, Q and minus Q placed at the vertices of equilateral triangle as shown in the figure. What is the force on each charge? ഇതാണ് ക്വസ്റ്റ്യൻ. ഫിഗർ ഞാൻ ഫസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതൊരു ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ്സ് എല്ലാം സെയിം ആയിരിക്കും. ഞാൻ LL ആൻഡ് L എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ ചാർജുകൾ 3 ചാർജുകളാണ് ഉള്ളത്. Q1 ചാർജ് പ്ലസ് Q ചാർജ് ആണ്. അതുപോലെ തന്നെ Q2 ചാർജ് പോസിറ്റീവ് Q ആണ്. ആൻഡ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് അതുപോലെ തന്നെ Q3 ചാർജിനെ മൈനസ് Q ചാർജ് എന്നും ഞാൻ എഴുതുന്നു. ഈ ചാർജുകളെല്ലാം ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ ചാർജും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ കൂളംസ് ലോ ആണ്. യെസ്, നമുക്ക് ഫസ്റ്റ് Q1 ചാർജിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. Q1 ചാർജിന്റെ ഫോഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം Q1 ഉം Q2 ഉം പോസിറ്റീവ് ചാർജസ് ആണ്. സോ ഇത് രണ്ടും റിപ്പൽ ചെയ്യും. അതുകൊണ്ട് തന്നെ അവിടെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ ഞാൻ F12 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതായത് ഫോഴ്സ് ഓൺ Q1 F1 Q1 ആൻഡ് എക്സ്പീരിയൻസിന് ഡ്യൂ ടു Q2. അതുകൊണ്ടാണ് ഞാൻ F12 എന്ന് മീൻസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നെക്സ്റ്റ് Q3, അതായത് Q1 ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഫ്രം Q3 ആണ്. അത് F13 എന്ന് ഞാൻ ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഇവയുടെ തമ്മിൽ കണ്ടുപിടിക്കുന്ന റിസൾട്ടന്റ് ഫോഴ്സിനെ ഞാൻ F1 എന്ന് എഴുതുന്നു. അപ്പൊ ഈ ഒരു റിസൾട്ടന്റ് നെറ്റ് ഫോഴ്സ് F1 കണ്ടുപിടിക്കുകയാണെങ്കിൽ അതായിരിക്കും ഈ Q ചാർജിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത്. അതേസമയം Q2ന്റെയും സെയിം ലൈക്ക് Q1 ആണ്. അതായത് Q1 ഉം Q2 ഉം പോസിറ്റീവ് ചാർജസ് ആയതുകൊണ്ട് ഇവ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെ F21 എന്ന് പറയുന്നത് റിപ്പൽഷൻ ആയിരിക്കും ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോഴ്സ് ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. ഇവ തമ്മിൽ അട്രാക്ട് ചെയ്യും Q2 ഉം Q3 ഉം. അതുകൊണ്ട് F23യുടെ ഡയറക്ഷൻ ഇതായിരിക്കും. ഇവിടെ റിസൾട്ടന്റ് ഫോഴ്സിനെ ഞാൻ F2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. F2 നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കുന്ന ഈ ഒരു F2 ആയിരിക്കും Q2 എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്. ഈവൻ ഇവിടെ Q3ന്റെ കേസിൽ രണ്ടും Q1 ഉം Q2 ഉം അട്രാക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ F32 ഇതായിരിക്കും ഡയറക്ഷൻ. F32 ഡയറക്ഷൻ ഇവിടെ ആയിരിക്കും. സോറി, ഇത് F21 ആണ്. ഇവയുടെ റിസൾട്ടന്റ് ഫോഴ്സിനെ ഞാൻ F3 എന്നും എഴുതുന്നു. ഈ ഒരു നെറ്റ് ഫോഴ്സ് F1, F2, F3 ആണ് നമ്മളിനി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു Q2 ആൻഡ് Q3 നമുക്ക് കണ്ടുപിടിക്കാം. ഈ ഒരു കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ്. അതായത് ഫോഴ്സ് ഓഫ് F12 വെക്ടർ which is equal to modulus of F13 വെക്ടർ which is equal to ഈ രണ്ട് ഫോഴ്സുകൾ സിമിലർ ആയിരിക്കും. ആൻഡ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ കൂളംസ് ലോ ആണ്. കൂളംസ് ലോ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. which will be 1/4πε0. ചാർജസ്, രണ്ട് പ്രോഡക്റ്റ് ഓഫ് ചാർജസ്. ഇവിടെ ചാർജുകൾ Q ഉം Q ആണ്. സോ Q and Q, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്ന് പറയുന്നത് ലെങ്ത് L ആണ്. സോ L² നമുക്ക് കിട്ടുന്നു. സിമിലർലി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഓൺ Q2 നമുക്ക് കണ്ടുപിടിക്കാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ഓൺ Q2 ഉം സിമിലർ തന്നെയായിരിക്കും. അതായത് മോഡുലസ് ഓഫ് F21 വെക്ടർ is equal to modulus of F23 vector is equal to 1/4πε0 Q square divided by L square. Q and Q square. Okay.
and in this case also I'm supposed to write F. This also can write as S. ഇവിടെ magnitude of force on charge Q3 due to Q2 and Q1 നമ്മൾ കണ്ടുപിടിക്കണം. അവയും സിമിലർ ആയിരിക്കും. മോഡുലസ് ഓഫ് F31 to modulus of F32 vector is equal to 1 by 4 pi epsilon naught Q square divided by L square ആയിരിക്കും, which is equal to F. ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നെറ്റ് ഫോഴ്സുകളാണ്. നെറ്റ് ഫോഴ്സുകൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ യൂസ് ചെയ്തിട്ടാണ് നെറ്റ് ഫോഴ്സുകൾ കണ്ടുപിടിക്കുന്നത്. നെറ്റ് ഫോഴ്സുകൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ അറിയണം? രണ്ട് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് അറിയണം. അതായത് ഇവിടുത്തെ ഫോഴ്സ് F12 അതുപോലെ ഇവിടുത്തെ ഫോഴ്സ് F13. ഇവ രണ്ടും ഫോഴ്സ് സിമിലർ ആണ് നമ്മൾ കണ്ടുപിടിച്ചു, അതായത് F ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, അങ്ങനെ നമുക്ക് രണ്ട് ഫോഴ്സുകൾ കിട്ടി. ഇവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. ഇൻ ദിസ് കേസ് Q2ന്റെ കേസിൽ F23 F21 തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 120 ഡിഗ്രി ആയിരിക്കും. Q3ന്റെ കേസിൽ ഇവ തമ്മിലുള്ള F31ഉം അതുപോലെ തന്നെ F32ഉം തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 60 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത്ര നമ്മളൊന്ന് മനസ്സിൽ വെക്കുക. ഇനി നമ്മൾ നെക്സ്റ്റ് ഇവ തമ്മിലുള്ള നെറ്റ് ഫോഴ്സ് ഓഫ് F1ഉം F2ഉം F3ഉം ആണ് ഇനി നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. മാഗ്നിറ്റ്യൂഡ് ഓഫ് നെറ്റ് ഫോഴ്സ് ഓൺ ചാർജ് Q1 ആണ് ഫസ്റ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇപ്പൊ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് ആണ്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് റിസൾട്ടന്റ് ഫോഴ്സ് F1 ഈസ് ഈക്വൽ ടു പാരലലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. F സ്ക്വയർ പ്ലസ് F സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു F cos 120 ഡിഗ്രി ആൻഡ് cos 120 ഡിഗ്രി എന്ന് പറയുന്നത് -1/2 ആണ്. ഓക്കെ, ഇവ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ റൂട്ട് ഓഫ് F സ്ക്വയർ പ്ലസ് F സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു F സ്ക്വയർ -1/2 കിട്ടുന്നു. 2ഉം 2ഉം ക്യാൻസൽ ആയി പോകുന്നു. ഓക്കെ, സോ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് F സ്ക്വയർ പ്ലസ് F സ്ക്വയർ മൈനസ് F സ്ക്വയർ വരുന്നു. ഈ രണ്ട് F സ്ക്വയർ ക്യാൻസൽ ആയി പോകുന്നു. സോ ഫൈനലി നമുക്ക് റൂട്ട് ഓഫ് F സ്ക്വയർ കിട്ടുന്നു, which is equal to F. ഓക്കെ, അതായത് ഇവിടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് F1 is equal to F എന്നാണ് നമ്മൾ ഫൈനലി കണ്ടുപിടിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് നെറ്റ് ഫോഴ്സ് ഓൺ ചാർജ് Q2 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പോകുന്നത്. ചാർജ് Q2 കണ്ടുപിടിക്കുന്നു. മോഡുലസ് ഓഫ് F2 is equal to ചാർജ് Q2 സിമിലർലി ചാർജ് F1 ആണ് നമ്മൾ ചെയ്യുന്നത്. ചാർജ് Q1 ആണ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്നത് ഇവിടെയും സെയിം ആൻസർ വരും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് റൂട്ട് ഓഫ് F സ്ക്വയർ എന്ന് വരും. സോ നമുക്കിതിന് മോഡുലസ് ഓഫ് F2 എന്ന് പറയുന്നത് F എന്ന് തന്നെ കിട്ടും. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് പാരലോഗ്രാം ഓഫ് വെക്ടർ അഡിഷൻ ചെയ്യുമ്പോൾ സിമിലർ വേ ആണ് ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് F2 എന്ന് പറയുന്ന F കിട്ടുന്നു. ഇനി ഫൈനൽ ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് നെറ്റ് ഫോഴ്സ് ഓൺ ചാർജ് Q3 ആണ്. ചാർജ് Q3 ചെയ്യുമ്പോൾ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അതായത് രണ്ട് ഫോഴ്സുകളും തമ്മിലുള്ള ആംഗിൾ cos 60 ആയതുകൊണ്ടാണ് ഡിഫറൻസ് വരുന്നത്. ഞാനതൊന്ന് ചെയ്ത് കാട്ടാം. F3 is equal to root of F square plus F square into plus 2 into F cos 60 വരും. cos 60 എന്ന് പറയുന്നത് 1/2 ആണ്. അതുകൊണ്ട് which is equal to root of F square plus F square plus 2 F square into
1/2 വരുന്നു. 1/2 ക്യാൻസൽ ആയി പോകുന്നു. അപ്പോൾ നമുക്ക് മോഡുലസ് ഓഫ് F3 എന്ന് പറയുന്നത് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് F3 എന്ന് പറയുന്നത് √3f² എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു റൂട്ടും സ്ക്വയറും കൂടെ ക്യാൻസൽ ആയി പോകും. പിന്നെ 3നെ നമുക്ക് ഇനിയും ചെറുതാക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ √3f എന്ന് കിട്ടുന്നു. ഓർ മോഡുലസ് ഓഫ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് F3 എന്ന് പറയുന്നത് √3f എന്നാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഫൈനൽ ആയിട്ടുള്ള ആൻസർ എഴുതാം. ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഞാൻ എഴുതാം. അതായത് F1 ഈസ് ഈക്വൽ ടു F2 ഈസ് ഈക്വൽ ടു F ആൻഡ് F3 ഈസ് ഈക്വൽ ടു √3f. ഇതാണ് ഫൈനൽ ആൻസർ. ആൻഡ് എഫ് നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിച്ചതാണ്. എഫ് ഈസ് ഈക്വൽ ടു 1/4πε0q²/L². ഇതാണ് ഫൈനൽ ആൻസർ. താങ്ക് യു.